നമസ്കാരം. വിഭജനത്തിന്റെ പ്രസിഡന്റ് ആകില്ലെന്ന് ജോ ബൈഡൻ. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജോ ബൈഡനും കമലാ ഹാരിസും ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തതാണ് ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ നിമിഷം. ഖമറുദ്ദീൻ MLA തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ അടിയന്തര യോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകളുമായി UDF യോഗം കോട്ടയത്തുമുണ്ട്. ഇതിനിടെ മുല്ലപ്പള്ളിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ആരും കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിനായി കുപ്പായം തയ്പ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ള മുല്ലപ്പള്ളിയുടെ വാക്കുകളാണ് ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണം. വാർത്തകളിലേക്ക് എത്താം. ആദ്യം തലക്കെട്ടുകൾ കാണാം. ജുവല്ലറി തട്ടിപ്പിൽ ലീഗ് നേതാവ് പൂക്കോയ തങ്ങൾ ഒളിവിൽ. MC ഖമറുദ്ദീൻ റിമാൻഡിൽ. മുസ്ലിം ലീഗിന്റെ അടിയന്തര യോഗം കോഴിക്കോട്. സംസ്ഥാനത്ത് ചെലവ് ചുരുക്കൽ നടപടികൾക്ക് തുടക്കമായി. 20 വർഷത്തെ ശൂന്യവേതന അവധി 5 വർഷമാക്കി ചുരുക്കി. 5 വർഷത്തിന് ശേഷം ഹാജരായില്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്ത്. അധ്യാപന സമയം ആഴ്ചയിൽ കുറഞ്ഞത് 16 മണിക്കൂർ. അമേരിക്കൻ ജനതയോട് നന്ദി പറഞ്ഞ് ജോ ബൈഡൻ. വിഭാഗീയതയുടെ പ്രസിഡന്റ് ആകില്ലെന്ന ബൈഡന്റെ ഉറപ്പ്. വംശീയത ഇല്ലാതാക്കും, എല്ലാവരെയും ഒരുമിപ്പിക്കും, കോവിഡ് നിയന്ത്രണ വിധേയമാക്കുമെന്നും ബൈഡൻ. അമേരിക്കയിൽ പുതിയ ചരിത്രം പിറക്കുന്നുവെന്ന് കമലാ ഹാരിസ്. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 85 ലക്ഷമായി. രോഗമുക്തരുടെ എണ്ണം വർദ്ധിച്ചു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5 കോടി കടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തുകളും ഓൺലൈൻ പ്രചരണങ്ങളും സജീവമായി. പ്രചരണ രംഗത്ത് മുന്നേറി LDF. UDF യോഗം കോട്ടയത്ത്. ജുവലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് MC ഖമറുദ്ദീനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. MC ഖമറുദ്ദീൻ MLA ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലാണ്. ഖമറുദ്ദീനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് നാളെ പോലീസ് കോടതിയെ സമീപിക്കും. ഇതിനിടെ ഖമറുദ്ദീൻ്റെ ജാമ്യാപേക്ഷയും കോടതിയിൽ എത്തുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. സണ്ണി ജോസഫ് കാസർഗോഡ് നിന്ന് നമുക്കൊപ്പമുണ്ട്. സണ്ണി ജോസഫ്, 14 ദിവസത്തെ റിമാൻഡാണ് MC ഖമറുദ്ദീന് ഉള്ളത്. ഇതിനിടെ നാളെയാണ് ഇനി കോടതി ഉണ്ടാവുക. കോടതി നടപടികളൊക്കെ നാളെയാകും ഉണ്ടാവുക. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമാകുന്നു? മറ്റു പ്രതികളുണ്ട്. പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണെന്ന വിവരങ്ങൾ വരുന്നു. ലീഗിന്റെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് സണ്ണി ജോസഫ് ഏറ്റവും പുതിയതായി? ജോർജറ്റ്, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് കാര്യാലയത്തിൽ നിന്നും ഖമറുദ്ദീനെ കാഞ്ഞങ്ങാട്ടെ ജില്ലാ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് ഓസൂർക്ക് മജിസ്ട്രേറ്റ് കോടതി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അവധിയായതിനാൽ അദ്ദേഹത്തിന്റെ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത് കാസർഗോഡ് 1ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഓൺലൈൻ വഴിയാണ് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് അദ്ദേഹത്തിന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. നാളെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഓസൂർക്ക് കോടതിയുടെ മുമ്പാകെ പരിഗണനയ്ക്ക് വരാം. നാളെ ജഡ്ജ് അവധി തുടരുകയാണെങ്കിൽ അത് വീണ്ടും കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ വന്നേക്കാനിടയുണ്ട്. എന്തായാലും ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, ഖമറുദ്ദീന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം പോലീസ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചനകളുണ്ട്. ഇപ്പോൾ ഇന്ന് PCR ടെസ്റ്റിന് ഖമറുദ്ദീന് വിധേയനാക്കും. തുടർന്ന് അദ്ദേഹം ക്വാറന്റൈനിലായിരിക്കും. പൂക്കോയിതങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇന്നലെ പോലീസ് മുമ്പാകെ, പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാകേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്നലെ വൈകുന്നേരം പോലീസ് പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചന്ദേരി പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ മകനോടൊപ്പം പുറത്തുപോയതാണ്, മറ്റു വിവരങ്ങൾ അറിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. അതോടെ ഇദ്ദേഹം ഒളിവിൽ പോയതായാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും പൂക്കോയിതങ്ങളെ കണ്ടെത്തുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ഇതിനിടെ നാളെ, അതായത് തിങ്കളാഴ്ച
പൂക്കോയിതങ്ങൾ കോടതി മുമ്പാകെ കീഴടങ്ങും എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന സൂചനയാണ്. അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യം നാളെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒളിവിൽ തുടർന്നുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിന് അദ്ദേഹം ശ്രമിച്ചുകൂടായികയില്ല. എന്തായാലും ഖമറുദ്ദീന്റെ കാര്യത്തിൽ ഈ 3 കേസുകൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖമറുദ്ദീന്റെ പേരിൽ മാത്രം 77 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ആകെ 115 കേസുകളാണ് ഫാഷൻ കോഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശം അന്വേഷണത്തിലെത്തിയ കേസുകളിലാണ് 77 ഖമറുദ്ദീന്റെ പേരിലുള്ളത്. ഈ 3 കേസുകളിൽ മാത്രം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ മറ്റ് കേസുകളിലും തുടർന്നുള്ള അറസ്റ്റ് ഉണ്ടാവും. അതിന്റെ ഫലമായി ഖമറുദ്ദീന് കുറച്ചുകാലം ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം ഓരോ അറസ്റ്റിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും പിന്നീടുള്ള കേസുകളിലെല്ലാം വീണ്ടും ജാമ്യം എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത് റിമാൻഡിന് ശേഷം കിട്ടുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് ഖമറുദ്ദീന് പുറത്തിറങ്ങുക എളുപ്പമായിരിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ജോർജറ്റ്, സണ്ണി ജോസഫ്, ഒരു MLA ജയിലിൽ കിടക്കുക എന്ന അപൂർവത കൂടിയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒപ്പം തന്നെ 800-ലധികം ആളുകളാണ് തട്ടിപ്പിനിരയായത്. ആ തട്ടിപ്പിനിരയായ ആളുകൾ ഏത് നിലയിലാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? ജോർജറ്റ്, മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു നിർഭാഗ്യമെന്ന് പറയാൻ വേണ്ടി സാധിക്കും. PB അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗിന്റെ MLA അദ്ദേഹം അസുഖത്തെ തുടർന്ന് അകാലത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് ഏതാണ്ട് 1.5 വർഷത്തെ ശേഷം കെ സുരേന്ദ്രനുമായിട്ടുള്ള കേസായിരുന്നു കോടതിയിൽ. ആ കേസിൽ തീർപ്പുണ്ടാകാൻ വൈകിയതിനെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വൈകി. അല്ലെങ്കിൽ ചെങ്ങന്നൂരിനോടൊപ്പം നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പായിരുന്നു. തുടർന്ന് നടന്ന ആ ഉപതെരഞ്ഞെടുപ്പ് ആ സമയത്ത് നടക്കാൻ കഴിയാതെ പോയി. ഇതേ തുടർന്ന് 1.5 വർഷക്കാലം മണ്ഡലത്തിലെ ജനപ്രതിനിധി ഇല്ലാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് 26-നാണ് വീണ്ടും ഖമറുദ്ദീൻ MLA ആയി ചുമതല തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം ജയിലിലായതോടെ എപ്പോൾ ജയിൽ മോചിതനാവും എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടെ മണ്ഡലം വീണ്ടും അനാഥമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം. ഇത് ക്ഷണിച്ചു വരുത്തിയ ഒരു തടവ് ശിക്ഷയാണ്, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ടതാണ്. അദ്ദേഹം ഇൻവോൾവഡ് ആയിട്ടുള്ള മനസ്സറിവോടുകൂടി പെട്ടുപോയ അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു സാമ്പത്തിക തട്ടിപ്പ് പങ്കാളിയാകുന്ന ഒരു സാഹചര്യം. മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും പിന്നീട് പ്രസിഡന്റുമാകുന്ന കാലഘട്ടങ്ങളിലാണ് വലിയ തോതിൽ അദ്ദേഹം നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ലീഗ് എന്ന മത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ ആ ഒരു പരിവേഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്നാണ് തട്ടിപ്പിനിരയായ ബഹുഭൂരിപക്ഷം പണം നിക്ഷേപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ അണികൾ ബഹുഭൂരിപക്ഷവും ആണ് തട്ടിപ്പിനിരയായത്. അവർക്കിടയിൽ വലിയൊരു പ്രതിഷേധം വന്നിട്ടുണ്ട്. അത് തന്നെയാണ്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഇക്കാര്യത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഖമറുദ്ദീനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഖമറുദ്ദീനും കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യങ്ങളാണുള്ളത്. ഒപ്പം തന്നെ കോടതി കയറുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തത്. MC ഖമറുദ്ദീൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതിയുടെ അടിയന്തര യോഗം കോഴിക്കോടുണ്ട്. ഖമറുദ്ദീനോട് രാജി ആവശ്യപ്പെടണമെന്നുൾപ്പെടെയുള്ള ആവശ്യം പാർട്ടിക്കകത്ത് ഉയരുകയാണ്. തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പാർട്ടി MLA സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ലീഗ് ഉള്ളത്. ലതീഷ് കൂടി നമുക്ക് പോകുന്നുണ്ട്. ലതീഷ്, ഈ ലീഗിൻ്റെ യോഗം ആരംഭിച്ചോ? ഖമറുദ്ദീൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ജോർജറ്റ്, കോഴിക്കോട് ജില്ലാ ലീഗ് ഹൗസിലാണ് ഇപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, KPA മജീദ്, MK മുനീർ തുടങ്ങിയ നേതാക്കളാണ് ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒറ്റ അജണ്ട മാത്രമാണ് യോഗത്തിന് മുന്നിലുള്ളത്. അത് MC ഖമറുദ്ദീൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നത് സംബന്ധിച്ച് ഒരു കൂടിയാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്നത് മുസ്ലിം ലീഗിന് വലിയ പ്രശ്നം, പാർട്ടിക്കുള്ളിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ് നിലവിൽ MC ഖമറുദ്ദീൻ. അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ എന്നുള്ള നിലയിൽ സംഘടനാപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലൂടെ മുഖം രക്ഷിക്കാനാകുമോ എന്നുള്ള ഒരു ശ്രമമായിരിക്കും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. MLA സ്ഥാനം MC ഖമറുദ്ദീൻ രാജിവെക്കുകയാണെങ്കിൽ KM ഷാജിയും ഒപ്പം ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള ആളുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള കേസുകളും നടപടികളുമെല്ലാം പുരോഗമിക്കുകയാണ്. അവർക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടി എടുക്കേണ്ടി വരും. അത് വലിയ തോതിൽ സംഘടനാപരമായി മുസ്ലിം ലീഗിനെ ക്ഷീണിപ്പിക്കും. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ
ലീഗ് MLA അല്ലെങ്കിൽ UDFൻ്റെ MLA അദ്ദേഹം ജില്ലാ അധ്യക്ഷൻ കൂടിയായിരുന്ന സമയത്ത് ലീഗ് അണികളിൽ നിന്നുൾപ്പെടെ സ്വരൂപിച്ച പണം ഇത്തരത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് ഇടവരുത്തിയ സാഹചര്യം ലീഗിനെ മാത്രമല്ല UDFനെ പോലും പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി ഇത്തരത്തിലൊരു ആലോചന നടത്തിയ ശേഷമായിരിക്കും MC കമറുദ്ദീനെതിരെയുള്ള നടപടി ലീഗ് പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സംഘടനാ നടപടികളിലൂടെ തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള ശ്രമം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ജോർജറ്റ്, അതായത് കമറുദ്ദീനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തന്നെയാണ് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വിലയിരുത്തേണ്ടി വരും. ഇതിനു മുമ്പും ലീഗിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. സംഘടനാ തലത്തിൽ നടപടികൾ എടുത്തിരുന്നു. ജില്ലാ UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് കമറുദ്ദീനെ മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഒപ്പം തന്നെ ഈ പണം കൊടുത്തു തീർക്കാൻ ഒരു മധ്യസ്ഥ ഇടപാടിൽ ലീഗ് മധ്യസ്ഥം വഹിക്കുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അവിടെ നിന്നൊരു മാറ്റം ഈ അറസ്റ്റ് ഉണ്ടായിട്ടും ഉണ്ടാകുന്നില്ല എന്നാണോ? ഏതെങ്കിലും ചെറിയ നടപടികൾ കൊണ്ട് അണികളെ, ഒപ്പം നിൽക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ ലീഗിന് കഴിയുമോ? അത്തരത്തിൽ കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത് 111 കേസുകളായി. ഇന്ന് 2 കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി 111 കേസുകളാണ് ഈ MC കമറുദ്ദീൻ MLAക്കെതിരെ നിലവിലുള്ളത്. അദ്ദേഹം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹിയായി, ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നത്. ഫാഷൻ ഗോൾഡിൻ്റെ ചെയർമാൻ സ്ഥാനം ഉപയോഗപ്പെടുത്തി, ലീഗിൻ്റെ നേതൃപദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് അദ്ദേഹം വലിയ തോതിലുള്ള പണം സമാഹരണം ഈ ജ്വല്ലറിയുമായി, ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്ന പരിഹാരത്തിനായി ലീഗ് നേതാക്കൾ കലക്ടർ മൈൻ ഹാജിയെ വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തിയിരുന്നു. ഈ വാങ്ങിയ അത്രയും തുക തിരിച്ചു കൊടുക്കാൻ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ ആസ്തികൾ വിറ്റ് കിട്ടുന്ന പണം തികയുമോ എന്നുള്ള ഒരു പരിശോധനയായിരുന്നു അതിൽ നടത്തിയത്. എന്നാൽ അത്തരത്തിൽ പണം സമാഹരിക്കുന്നത് വഴി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മുഴുവൻ ആളുകൾക്കും പണം തിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് ലീഗ് നേതൃത്വം MC കമറുദ്ദീനെ കൈയൊടിയുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തക സമിതി അംഗമായും ലീഗ് MLA ആയും തുടർന്നു. എന്നാൽ ഇന്നലെ ഒരു അസാധാരണ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിലവിൽ അദ്ദേഹം റിമാൻഡിലാണ്. MLA ജയിലിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. ഈ പ്രതിസന്ധി സ്വാഭാവികമായും UDFനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാനുള്ള നടപടി എന്നതിനപ്പുറത്തേക്കൊരു നടപടി ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഈ യോഗത്തിൻ്റെ തീരുമാനം വന്ന ശേഷം മാത്രമേ നമുക്ക് ഒരു വ്യക്തത പറയാനും കഴിയുകയുള്ളൂ. ജോർജറ്റ്, വ്യക്തമാണ്. ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. MC കമറുദ്ദീൻ വിഷയത്തിൽ ലീഗിന്റെ അടിയന്തര യോഗം കോഴിക്കോട് ലീഗ് ഹൗസിൽ ചേരുകയാണ്. ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. MC കമറുദ്ദീനൊപ്പം മറ്റ് MLAമാർ കൂടി അന്വേഷണം നേരിടുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ KM ഷാജിയും ഒപ്പം തന്നെ ഇബ്രാഹിം കുഞ്ഞും, മുൻ മന്ത്രി കൂടിയായ ഇബ്രാഹിം കുഞ്ഞും അന്വേഷണം നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് MC കമറുദ്ദീനെ തട്ടിപ്പ് കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് ലതീഷ് കോഴിക്കോട് നിന്ന് നൽകിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 27 കൈരളി TV MC കമറുദ്ദീൻ MLA നടത്തിയ തട്ടിപ്പുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത്. തുടക്കത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ കൂട്ടത്തോടെ അവഗണിച്ച കമറുദ്ദീന്റെ തട്ടിപ്പുകൾ കൈരളി ന്യൂസിന്റെ തുടർച്ചയായ ഇടപെടലിനെ തുടർന്നാണ് ജനങ്ങൾക്കും സർവോപരി അധികൃതർക്കും മുന്നിലെത്തിയത്. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ കയറ്റാനായി മുഖ്യധാരാ മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ വ്യാജവാർത്തകൾ ചമയ്ക്കുന്ന സമയം. പക്ഷേ അവരാരും അന്നൊരു നിയമസഭാംഗം, മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഉന്നതനായൊരു നേതാവ് നടത്തിയ ഈ തട്ടിപ്പ് കണ്ടില്ല. ഇരകളുടെ വേദനകൾ അറിഞ്ഞില്ല. പക്ഷേ കൈരളി മാത്രമാണ് ഈ വാക്കുകൾ അന്ന് കേരളത്തെ കേൾപ്പിച്ചത്. ഞങ്ങൾ 5 കൊല്ലം വരെ ഞാൻ കേസ് മുഖാന്തരം പോയി. 1000 തരാൻ പറ്റൂല, പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെന്റ്. പക്ഷെ ഇങ്ങനെ നമ്മളെ വഞ്ചിക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കമറുദ്ദീന്റെ തട്ടിപ്പ് തുറന്നു കാട്ടുന്ന ആദ്യ റിപ്പോർട്ട് ഓഗസ്റ്റ് 27 കൈരളി ന്യൂസ് ആദ്യമായി സംപ്രേഷണം ചെയ്തത്. അന്നു മുതൽ ഇന്നുവരെ കൈരളി ഈ വിഷയം മുൻനിർത്തി ഇതുവരെ സംപ്രേഷണം ചെയ്തത് 116 ഫോളോ അപ്പ് വാർത്തകൾ. നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഏറ്റവും വലിയ തട്ടിപ്പാണ് ഫാഷൻ ഗോൾഡിന്റെ തട്ടിപ്പിനിരയായി ആദ്യം UDF നേതാക്കൾ വാർത്ത അവഗണിച്ചു, മൗനം പാലിച്ചു. കൈരളി നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ ലീഗ് നേതാക്കൾ പാണക്കാട് യോഗം ചേർന്നു. ആദ്യം കമറുദ്ദീനെ രക്ഷിക്കാനും പിന്നീട് മുഖം രക്ഷിക്കാനുമുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. എന്നാൽ ജനരോക്ഷത്തെ തടഞ്ഞു നിർത്താൻ ഇതുകൊണ്ടൊന്നും ആയില്ല. കാസർഗോഡും മഞ്ചേശ്വരവും തട്ടിപ്പിന്റെ ലീഗ് വഴികൾക്കെതിരെയുള്ള സമരകേന്ദ്രങ്ങളായി മാറി. ഗത്യന്തരമില്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ വല്ലപ്പോഴും കമറുദ്ദീന്റെ തട്ടിപ്പുകൾ വാർത്തയാക്കി. കൈരളി ന്യൂസ് കമറുദ്ദീന്റെ തട്ടിപ്പുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ 71ാം ദിവസം കമറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
അനീതിക്കെതിരായുള്ള ഈ പോരാട്ടം കൈരളി തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. സംസ്ഥാനത്ത് ചെലവ് ചുരുക്കൽ നടപടികൾ വ്യക്തമാക്കിക്കൊണ്ട് ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി. വ്യയ നിയന്ത്രണ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഉത്തരവാണ് പുറത്തിറങ്ങിയത്. സർക്കാർ ജീവനക്കാർക്ക് 20 വർഷം ശൂന്യവേതന അവധി എന്നത് 5 വർഷമാക്കി ചുരുക്കി. 5 വർഷത്തിന് ശേഷം ഹാജരായില്ല എങ്കിൽ രാജിവെച്ചതായി കണക്കാക്കുകയോ പുറത്താക്കുകയോ ചെയ്യാം. പ്രവർത്തനം അവസാനിപ്പിച്ച കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലെ ജീവനക്കാരെ പുനർവിന്യസിക്കാനും ഉത്തരവായി. റിപ്പോർട്ടിലേക്ക്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കാലാകാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി സമഗ്രമായ ഉത്തരവാണ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇ-ഓഫീസ് സംവിധാനത്തിന്റെ ഭാഗമായി അധികം വരുന്ന ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകൾ പുനർവിന്യസിക്കും. കോളേജുകളിൽ അധ്യാപകർക്ക് ആഴ്ചയിൽ 16 മണിക്കൂർ അധ്യയനം നിർബന്ധമാക്കി. 1 വർഷത്തേക്ക് സർക്കാർ കെട്ടിടങ്ങളുടെ മോടി പിടിപ്പിക്കൽ ഒഴിവാക്കി. പുതിയ വാഹനങ്ങൾ വാങ്ങില്ല. സ്കൂളുകളിൽ ഒരു കുട്ടിയുടെ എണ്ണം കൂടിയാൽ തസ്തിക സൃഷ്ടിക്കാമെന്ന ചട്ടങ്ങളിലെ വ്യവസ്ഥ ഒഴിവാക്കി. തസ്തിക സൃഷ്ടിക്കാനുള്ള അന്തിമാധികാരം സർക്കാരിനായിരിക്കും. എയ്ഡഡ് തസ്തിക സൃഷ്ടിക്കുമ്പോൾ പ്രൊട്ടക്റ്റഡ് അധ്യാപകർക്ക് മുൻഗണന നൽകും. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ ലേലം ചെയ്ത് വിൽക്കും. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുക പിരിച്ചെടുക്കാൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. ഔദ്യോഗിക ചർച്ചകൾ, യോഗങ്ങൾ, പരിശീലനങ്ങൾ, സംവാദങ്ങൾ തുടങ്ങിയവ പരമാവധി ഓൺലൈനാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റായി ജോ ബൈഡൻ എന്ന ജോസഫ് ആർ ബൈഡൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിനെതിരെ 214-നെതിരെ 284 വോട്ടുകൾക്ക് ആണ് ജോ ബൈഡന്റെ ചരിത്ര വിജയം. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസും തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ജനതയോട് നന്ദി പറഞ്ഞ ജോ ബൈഡൻ വിഭാഗീയതയുടെ പ്രസിഡന്റ് ആകില്ലെന്ന് ബൈഡന്റെ ഉറപ്പ്. വംശീയത ഇല്ലാതാക്കുമെന്നും എല്ലാവരെയും ഒരുമിപ്പിക്കുമെന്നും ജോ ബൈഡൻ പറഞ്ഞു. കോവിഡ് നിയന്ത്രണ വിധേയമാക്കുമെന്നും അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബൈഡൻ വാഗ്ദാനം നൽകി. അതേസമയം അമേരിക്കയിൽ പുതിയ ചരിത്രം പിറക്കുന്നുവെന്നാണ് കമലാ ഹാരിസ് പ്രതികരിച്ചത്. I pledge to be a president who seeks not to divide but unify. Who doesn't see red states and blue states, only sees the United States. And work with all my heart, with the confidence of the whole people, to win the confidence of all of you. And for that is what America, I believe, is about. It's about people. And that's what our administration will be all about. I sought this office to restore the soul of America, to rebuild the backbone of this nation, the middle class, and to make America respected around the world again. Waking up every day thinking of you and your family. Because now is when the real work begins. The hard work, the necessary work, the good work, the essential work to save lives and beat this epidemic, to rebuild our economy so it works for working people, to root out systemic racism in our justice system and society, to combat the climate crisis, to unite our country and heal the soul of our nation. അമേരിക്കയിലെ ഏറ്റവും പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ് ജോ ബൈഡൻ. 1972 അമേരിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെനറ്ററായിരുന്നു അദ്ദേഹം. അക്കാലത്ത് ഡൊണാൾഡ് ട്രംപ് US രാഷ്ട്രീയത്തിൻ്റെ ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ബൈഡന്റെ വരവ് ആഗോള സാഹചര്യത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അമേരിക്ക പോലെ ഒരു കുത്തക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവം കൊണ്ട് മാത്രം സാധിക്കുന്നതെന്ന് കരുതാവുന്ന ആശയങ്ങൾ ബാലറ്റ് പേപ്പറിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു ഡെമോക്രാറ്റുകൾ. US പൊതുജനങ്ങളെ ഇളക്കിമറിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം അപ്രതീക്ഷിതമായി കളം വിട്ട ബേണി സാൻഡേഴ്സിന് പകരക്കാരൻ ബൈഡൻ മാത്രമായിരുന്നു. ഡൊണാൾഡ് ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്ന കാലത്ത് അമേരിക്കയുടെ സെനറ്ററായിരുന്നു ബൈഡൻ. The next president of the United States, Joe Biden. 1970 ബൈഡൻ റിപ്പബ്ലിക് പാർട്ടിയുമായി ചേർന്ന് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. അമേരിക്കയിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവ്, അനുഭവങ്ങളിലൂടെ പാകപ്പെടുത്തിയെടുത്ത വ്യക്തിത്വം. 1972 ജോസഫ് ബൈഡൻ സെനറ്ററാകുമ്പോൾ ആ വർഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു അദ്ദേഹം. ജനകീയനായ ബൈഡൻ അമേരിക്കയിലെ പുരോഗമനവാദികളിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല.
ഒബാമയുടെ ഭരണകാലത്തെ വൈസ് പ്രസിഡന്റായിരുന്ന ബൈഡൻ ഒബാമയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയായിരുന്നു. ലോകത്തെ വരിഞ്ഞുമുറുക്കിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബൈഡൻ കൈക്കൊണ്ട നടപടികളാണ് അമേരിക്കയെ കാത്തുരക്ഷിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള പദ്ധതികൾ, സാർവത്രിക ആരോഗ്യ പരിരക്ഷ, വിദ്യാർത്ഥി വായ്പകൾ റദ്ദാക്കൽ എന്നിവയായിരുന്നു ഡെമോക്രാറ്റുകൾ ഇത്തവണ മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങൾ. യുഎസിലെ തലവേദനയായ തോക്കുപയോഗം ഇല്ലാതെയാക്കുക, ഇസ്രായേലിനോട് പാലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുക, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യുഎസ് സൈന്യത്തെ പിൻവലിക്കുക, അനധികൃത കുടിയേറ്റക്കാരോട് കൂടുതൽ കരുണയുള്ള സമീപനം പുലർത്തുക, വധശിക്ഷ നിർത്തലാക്കുക, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയും സ്ത്രീകളുടെ അബോർഷനുള്ള അവകാശത്തെ മാനിക്കുകയും ചെയ്യുക തുടങ്ങി വ്യക്തവും തീവ്രവുമായ നിലപാടുകളും ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെച്ചു. വെള്ളവംശീയവാദികളുടെ വേർതിരിവുകൾക്ക് നാളുകളായി ഇരകളാകുന്ന ആഫ്രോ അമേരിക്കൻസ്, ഏഷ്യൻസ്, ലാറ്റിൻ ഹിസ്പാനിക്സ് എന്നിവരുടെ പ്രതീക്ഷ കൂടിയാണ് ബൈഡന്റെ ഉദയം. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി സോഷ്യൽ ഡെമോക്രാറ്റായ ബൈഡൻ സ്ഥാനമേൽക്കുമ്പോൾ ലോക ചലനങ്ങളെ അതെങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്നത് ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ്. US വൈസ് പ്രസിഡന്റാകുന്ന ആദ്യ വനിതയും ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയും ആണ് കമലാ ഹാരിസ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന വെളുത്ത വംശജനോ വംശജയോ അല്ലാത്ത ആദ്യ വ്യക്തി എന്ന നേട്ടത്തിനും ഇതോടെ കമലാ ഹാരിസ് ഉടമയായി. യുഎസിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളിലൊന്നിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വെളുത്ത വംശജയല്ലാത്ത ആദ്യ വനിതയാണ് കമലാ ഹാരിസ്. US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വനിതയെന്ന ബഹുമതിയും ഇനി ഏഷ്യൻ വംശജയായ കമലാ ഹാരിസിന് സ്വന്തം. യുഎസിന്റെ ചരിത്രത്തിൽ പ്രസിഡന്റായോ വൈസ് പ്രസിഡന്റായോ ഒരു വനിതയും എത്തിയിട്ടില്ല എന്ന ചരിത്രമാണ് കമല തിരുത്തുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ മൈക്ക് പെൻസിനെ തോൽപ്പിച്ചാണ് കമല വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചത്. ഡെമോക്രാറ്റുകൾക്ക് വലിയ ആവേശം പകരുന്നതായിരുന്നു കമലയുടെ സ്ഥാനാർത്ഥിത്വം. തമിഴ്നാട് സ്വദേശിനിയായ അമ്മയുടെയും ജമൈക്കൻ സ്വദേശിയായ അച്ഛന്റെയും മകളായ കമലയുടെ സ്ഥാനാർത്ഥിത്വം ഡെമോക്രാറ്റുകൾക്ക് വലിയ ഉന്മേഷമാണ് പകർന്നത്. ആഫ്രോ അമേരിക്കൻ വംശജരും ഇന്ത്യൻ വേരുകളുള്ള അമേരിക്കക്കാരുമുള്ള യുഎസിൽ കമലയുടെ സ്ഥാനാർത്ഥിത്വം ഏറെ ശ്രദ്ധേയമായിരുന്നു. തുടരെയുള്ള വംശീയ അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ട്രംപ് ഭരണകൂടത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കമലാ ഹാരിസ് എന്ന ആഫ്രിക്കൻ അമേരിക്കൻ വംശജയായ കമലാ ഹാരിസിന്റെ കടന്നുവരവ്. കാലിഫോർണിയയിലെ ഒക്ലാൻഡിൽ 1964 ഒക്ടോബർ 20 കമലാദേവി ഹാരിസ് ജനിച്ചത്. അമ്മയുടെ പിന്തുണയോടെ പൗരാവകാശ പ്രവർത്തനങ്ങളിലൂടെയാണ് ആദ്യമായി പൊതുപ്രവർത്തന മേഖലയിൽ എത്തുന്നത്. 12ാം വയസ്സിൽ അമ്മയ്ക്കും സഹോദരിമാർക്കുമൊപ്പം കമല കാനഡയിലെ ക്യൂബക്കിലെ മോൺട്രിയലിലേക്ക് മാറി. കൗമാരപ്രായത്തിൽ തന്നെ കമലയുടെ രാഷ്ട്രീയം പുറത്തുവന്നു. അയൽപ്പക്കത്തുള്ള കുട്ടികൾ സ്വന്തം കെട്ടിടത്തിനു മുന്നിലുള്ള പുൽത്തകിടിയിൽ കളിക്കുന്നത് വിലക്കിയ കെട്ടിട ഉടമയ്ക്കെതിരെ കൗമാരക്കാരിയായ കമല പ്രതിഷേധം സംഘടിപ്പിച്ചു. 2010 നവംബറിൽ കാലിഫോർണിയ അറ്റോർണി ജനറലായിരുന്നു കമല. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ആഫ്രിക്കൻ അമേരിക്കൻ വംശജയും ആദ്യ വനിതയുമായിരുന്നു കമലാ ഹാരിസ്. 2020 ഓഗസ്റ്റ് 11 കമലാ ഹാരിസാണ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത്. കമല അറ്റോർണി ജനറലായിരുന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവരുടെ കഴിവിനെ ശ്രദ്ധിച്ചിരുന്നുവെന്നും ബൈഡൻ വ്യക്തമാക്കി. പീഡനത്തിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാനുള്ള കമലയുടെ പ്രവർത്തനങ്ങളും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനുള്ള നിർണായക കാരണങ്ങളിൽ ഒന്നാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നാണ് കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ജോ ബൈഡൻ പ്രതികരിച്ചത്. ട്രംപിന്റെ അനുയായിയായ ബ്രെറ്റ് കവനോയുടെ US സുപ്രീം കോടതിയെ നിയമത്തിനെതിരെ തുറന്നടിച്ചതോടെ കമലാ ഹാരിസ് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ഇന്ത്യൻ ജമൈക്കൻ കുടിയേറ്റക്കാരുടെ മകളായ കമലാദേവി ഹാരിസ് രാജ്യത്തിന്റെ 244 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലേക്കെത്തുന്ന ആദ്യ വനിതയായി മാറിയിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയതോടെ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്താനുള്ള സാധ്യത കൂടിയാണ് കമല സ്വന്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 85 ലക്ഷം കടന്നു. ഇന്നലെ 45,674 പേർ രോഗബാധിതരായതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 87,754 559 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായി 4-ാം ദിവസമാണ് പ്രതിദിന മരണങ്ങൾ 550 കടക്കുന്നത്. ആകെ മരണം 1,26,121 ചികിത്സയിലുള്ളത് 5,12,665 പേരും. ഇന്നലെ മാത്രം 49,082 പേർ രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തർ 78,68,968 കേരളം, ദില്ലി എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,959 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1,00,000
താഴെ എത്തിയത് ആശ്വാസകരമാണ്. കർണാടകയിൽ രോഗമുക്തരുടെ എണ്ണം 8 ലക്ഷമായി. ദില്ലിയിൽ 6953, പശ്ചിമ ബംഗാൾ 3928, കർണാടക 2258, തമിഴ്നാട് 2341 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷൻ പാലാരിവട്ടം സബ് സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ചടങ്ങുകളില്ലാതെയാണ് സബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 2 മണിക്കൂർ കൊണ്ട് ഒരേ സമയം 2 വാഹനങ്ങൾ KSEBിയുടെ ഈ ചാർജിംഗ് പോയിന്റിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. 1 യൂണിറ്റിന് 5 രൂപ നിരക്കിലാണ് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ വഴി KSEB വൈദ്യുതി നൽകുന്നത്. പെട്രോളോ ഡീസലോ ഉപയോഗിക്കുമ്പോൾ ചിലവാകുന്ന തുകയുടെ 5ൽ 1 ഭാഗം മാത്രമേ ഇതുവഴി വാഹനോപഭോക്താവിന് നൽകേണ്ടതുള്ളൂ. ഡിസംബർ വരെ ചാർജിംഗ് സ്റ്റേഷനുകൾ സൗജന്യമായി ഉപയോഗിക്കാം. ആപ്പ് വഴി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് KSEB ലക്ഷ്യം വയ്ക്കുന്നത്. ആപ്ലിക്കേഷൻ വഴി സമയക്രമം അനുസരിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒഴിവുള്ള സ്ലോട്ടുകളിൽ നേരിട്ടെത്തി വാഹനം ചാർജ് ചെയ്യുന്ന ഉപഭോക്താവിന് ഓൺലൈൻ വഴി പണമടയ്ക്കാനും കഴിയും. ഇത് ഏകദേശം നമ്മൾ ഒരു വണ്ടി ചാർജ് ചെയ്യുന്നതിന് 1 മണിക്കൂറിനടുത്താണ് സമയമാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 80% മേളിൽ ഇത് ചാർജ് ചെയ്ത് ഒരു വണ്ടിക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. നോർമലി ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മളെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലോ കുത്തിയിടുന്നുണ്ടെങ്കിൽ ഏകദേശം 6-7 മണിക്കൂറാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ആയതുകൊണ്ട് ഏകദേശം 1 മണിക്കൂർ മിനിമം വേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ഇത് ടെസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് 3 മാസം ഫ്രീ എന്നുള്ള രീതിയിൽ എല്ലാ വാഹനങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാ വരുന്ന വാഹനങ്ങളെല്ലാം ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. ബില്ലിങ്ങിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. KSEBയും ഈ പറഞ്ഞ മാസ്റ്റെക് എന്ന് പറഞ്ഞ കമ്പനിയും പിന്നെ നമ്മളുടെ IT യൂണിറ്റൊക്കെ ആയിട്ട് കൂടിയിട്ട് ഒരു ബില്ലിംഗ് ആപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ബില്ലിംഗ് ആപ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസ്യൂമർക്ക് ഒരു വണ്ടിക്ക് ഒരു ടൈം സ്ലോട്ട് കൊടുക്കും. ടൈം സ്ലോട്ട് കൊടുത്തിട്ട് അവർക്ക് അവർ പറയുന്ന സമയത്ത് ഒരു കൺസ്യൂമർക്ക് നേരിട്ട് വന്നിട്ട് ആ സമയത്ത് ചാർജ് ചെയ്യാം. തിരുവനന്തപുരം നേമം, കൊല്ലം ഓല, എറണാകുളം പാലാരിവട്ടം, തൃശൂർ വിയ്യൂർ, കോഴിക്കോട് നല്ലളം, കണ്ണൂർ ചൊവ്വ എന്നിവിടങ്ങളിലാണ് നിലവിൽ KSEB ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് മാത്രം 50 ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിൽ ഇതിനോടകം ഇറക്കിയിട്ടുണ്ട്. കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാകുന്നതോടെ നിരത്തിലെത്തുമെന്നതുറപ്പ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ഫാസ്റ്റ് ചാർജിംഗ് കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ നിരത്തുകളിൽ പുതിയൊരു വിപ്ലവത്തിന് ആരംഭം കുറിക്കുകയാണ്. ഇത്തരം വാഹനങ്ങൾ നിരത്തിലെത്തുമ്പോൾ മലിനീകരണം കുറയുമെന്നതും ചിലവ് കുറയുമെന്നതും ഏറെ അനുകൂലമെന്ന് വേണം കരുതാൻ. കൊച്ചിയിൽ നിന്നും വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്.